വേണ്ട സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സഹായങ്ങളെയും സഹകരണങ്ങളെയും അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ പോസ്റ്റർ ഇറങ്ങിയത് മുതൽ ഇന്ന് ഈ സമയം വരെ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കവും മുഹമ്മദ് രാമന്തളിയും ഈ പരിപാടിയിൽ സംബന്ധിക്കുകയില്ല എന്ന വളരെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ പല ഭാഗത്തു നിന്നുമുണ്ടായിട്ടും നമ്മൾ ഈ പരിപാടിയിൽ ധാരാളം ആളുകൾ പങ്കെടുക്കും നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ പല ആളുകളും അവർ രണ്ടുപേരും പങ്കില്ല എന്ന പ്രചരണം നടത്തിയാൽ ആളുകൾ കൂടാതെ പരിപാടി വഷളാകുമെന്ന് കരുതിയിട്ടുള്ള പല ആളുകളെയും അമ്പരപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കവും മുഹമ്മദ് രാമന്തളിയും എന്ന് പറയുന്ന രണ്ടാളുകൾ ദുനിയാവിൽ ഇവരാണെങ്കിൽ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പകരയിലെ SKSSF-ന്റെ ഇസ്ലാമിക് സെന്റർ വാർഷിക സമ്മേളനത്തിൽ വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ദീനിനു വേണ്ടി സേവനം ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാ സമയത്തും പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരുമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രസംഗങ്ങളാണ് ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി സുഖമില്ലാതെ ശാരീരികമായ പ്രയാസത്താൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റൂല എന്ന് ഇന്ന് രാവിലെ നമ്മളെ വിളിച്ചറിയിക്കുകയും അതിന് പകരമായി നമ്മുടെ ഏതെങ്കിലും LCD സഹിതം പ്രഭാഷണം നടത്തുന്ന പണ്ഡിതന്മാരെ ഈ പരിപാടിയിൽ എത്തിക്കാനുള്ള വിവിധങ്ങളായ ശ്രമം നടത്തിയപ്പോൾ അവർക്കെല്ലാവർക്കും സമസ്തയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ആദർശ പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് യാതൊരുവിധ തരത്തിലും ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി ആ കാര്യം വീണ്ടും ഏറ്റെടുത്ത് അൽഹംദുലില്ലാ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ വന്ന് പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം പ്രസംഗിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങളെ പേടിപ്പെടുത്തുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല ആളുകൾക്കും ഇനി ചില സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള പുതിയ വെളിപ്പെടുത്തൽ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൂടി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി നമ്മുടെ സദസ്സിൽ വെച്ചുകൊണ്ട് നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിന്റെ സത്യമായ പാന്താവ് മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിശുദ്ധമായ പാന്താവിലേക്ക് കടന്നുവന്ന് സമസ്തയുടെ ഖാദിമാകാൻ വേണ്ടി തീരുമാനിച്ച മുഹമ്മദ് രാമന്തളി അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് കാലം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാ കരുത്തും കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധവാന്മാരായ മഹത്തുക്കളായ ദീർഘവെട്ടിയുള്ള അഭിവന്ദരായ സാദാത്യങ്ങളും പണ്ഡിതന്മാരും നമുക്ക് കാട്ടിത്തന്ന ഒരു മഹിതമായ പാരമ്പര്യത്തിന്റെ പിന്നിൽ ആ മഹത്തുക്കളായ പണ്ഡിതന്മാരോടുകൂടെ ഒരുമിച്ചുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമായി എന്നത് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള വലിയ ഒരു സൗഭാഗ്യമാണ്. ഇന്ന് ഈ സമുദായത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ സമുദായത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിനെ ഉണ്ടാക്കുന്നതിന് നമ്മുടെ പൂർവികരായ ആളുകൾ നടത്തിയിട്ടുള്ള ത്യാഗത്തെക്കുറിച്ച് അവർക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, പള്ളികൾക്ക് പകരം പള്ളികളുണ്ടാക്കി, മദ്രസകൾക്ക് പകരം മദ്രസകളുണ്ടാക്കി. സമസ്ത കേരള മദ്രസ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ SKSBയുടെ ബോർഡ് വെച്ചപ്പോൾ ആ മഹത്തായ പ്രവർത്തനത്തിനെതിരെ അതിശക്തമായ ഭീഷണിയുമായി കടന്നു വന്നവർക്ക് മഹാനായ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് സ്വാദിനം വറല്ലാഹു മർക്കദ മഹാനായ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനായ ശൈഖുന CH ഇബ്രാഹിം മുസ്ലിയാർ മഹാനായ പാണക്കാട് PMS പുക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുന നാട്ടിക മൂസ മുസ്ലിയാർ മഹാനായ ശൈഖുന KT മാനു മുസ്ലിയാർ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട മഹത്തുക്കളായ സമസ്തയുടെ അഭിവന്ദരായ പണ്ഡിതന്മാർ രാപ്പകൽ ഭേദമന്യേ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്നിട്ട് ഈ സമുദായത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ത്യാഗത്തിന്റെ ചരിത്രം ഒരുപക്ഷേ മദ്രസകളെ ഭിന്നിപ്പിക്കുന്നവർക്കറിയില്ല, മദ്രസകൾക്കിടയിൽ ചുമരുവെക്കുന്നവർക്കറിയില്ല. ഈ സമുദായത്തിന് ഒരൊറ്റ ദിവസം 2 പെരുന്നാൾ ആഘോഷിപ്പിക്കാനും
പരിശുദ്ധമായ അഭിവന്ദരായ മഹത്തുക്കളായ ഖാദിമാരെ ധിക്കരിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ 2 പെരുന്നാളുകളും 2 നോമ്പുമുണ്ടാക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ ചരിത്രം അറിയില്ല. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, കോട്ടക്കൽ ടൗണിലെ ഒരു വന്യരായ ഒരു പ്രായമുള്ള ഒരു മഹാനായ വ്യക്തി കച്ചവടം നടത്തുന്ന ഒരു സഹോദരൻ പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം സുബഹി നമസ്കാരത്തിന് കോട്ടക്കല പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ അവിടെ ആ പീഡികക്കൊലയിൽ ഒരു മനുഷ്യൻ, ഒരു പ്രായമുള്ള മനുഷ്യൻ, ഒരാള് പുതപ്പ് പുതച്ചുകൊണ്ട് കിടന്നിറങ്ങുകയാണ്. ഈ കോട്ടക്കൽ കച്ചവടം നടത്തുന്ന വ്യക്തി ആ പീഡികക്കൊലയിൽ കിടന്നിറങ്ങുന്ന ആള് ആരാണെന്നറിയാൻ വേണ്ടി ആ പുതപ്പങ്ങ് മാറ്റി നോക്കുമ്പോൾ അത് മഹാനായ പാണക്കാട് PMS പുകോയത്തങ്ങളായിരുന്നു. മഹാനായ പാണക്കാട് PMS പുകോയത്തങ്ങളും അതിന്റെ മുമ്പത്തെ ദിവസം ഒരു പരിപാടി കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോകാൻ പ്രയാസപ്പെട്ടതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കോട്ടക്കല ടൗണിലെ ഒരു വരാന്തയിൽ കിടന്നിറങ്ങിയിട്ടാണ് ഈ സമുദായത്തിന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തെ പ്രചരിപ്പിച്ചത്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ചൈദ്രസംസ്കരിയാർ അല്ലാഹു മർക്കദ, അല്ലാഹു തആല അവിടുത്തെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ചൈദ്രസംസ്കരിയാർ ഒരു പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ രാത്രി സമയത്ത് അർദ്ധരാത്രിയിൽ കടന്നു വന്നപ്പോൾ മഹാനായ ശൈഖുനാ ചൈദ്രസംസ്കരിയാരുടെ ശരീരത്തിലുള്ള ഡ്രസ്സിൽ മുഴുവനും ഉള്ളാണ് കാണുന്നത്. അവിടുത്തെ ഉമ്മ ചോദിച്ചു, അത്രേ എന്താണ് ഇബ്രാഹിമിന്റെ ശരീരത്തിൽ മുഴുവനായിട്ടും ഉള്ളു കാണുന്നുണ്ടല്ലോ. മഹാനായ ശൈഖുനാ ചൈദ്രസംസ്കരിയാർ തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞവത്ര, ഉമ്മ, ഞാൻ പരിപാടി കഴിഞ്ഞ് രാത്രി ഈ കാട്ടിലൂടെ നടന്നു വരുമ്പോൾ ഒരു നായ എന്റെ പിന്നിൽ തുടർന്നു വന്നു. ആ നായ വന്നപ്പോൾ നായ കടിക്കാതിരിക്കാൻ വേണ്ടി സ്വയം രക്ഷയ്ക്ക് ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ സമയത്ത് ശക്തമായ മുള്ളുള്ള അതിശക്തമായിട്ടുള്ള ഇരുട്ടിലൂടെ ഞാൻ ഓടുമ്പോൾ എന്റെ തുണിയിലും സത്തിലും മുള്ളായതാണ് ഉമ്മ. ബഹുമാനപ്പെട്ട ചൈദ്രസംസ്കരിയാരുടെ മകന് നമുക്കൊക്കെ പരിചയമുള്ള തൊയ്യി ഫൈസി പറയുകയാണ്, പിറ്റേ ദിവസം രാവിലെ മഹാനായ ചൈദ്രസംസ്കരിയാരുടെ തുണിയിൽ നിന്ന് ആ മുള്ളെടുത്തത് ബഹുമാനപ്പെട്ട തൊയ്യി ഫൈസി അടക്കമുള്ള മക്കളാണ്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെ മദ്രസ 2 ഇതൊരു പ്രശ്നമില്ല, പള്ളികൾ 2 പ്രശ്നമായി തോന്നില്ല. ഈ സമുദായത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാര് ശിർക്കിന്റെ ആളുകളായി ചിത്രീകരിക്കുന്ന ഇവിടത്തെ ബിദ്ഈ പ്രസ്ഥാനക്കാർക്ക് ഇതിന്റെ ത്യാഗം അറിയില്ല, അവർക്കൊരു പ്രയാസമില്ലല്ലോ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ചേളാരിക്കടുത്ത് തേഞ്ഞിപ്പലത്തൊരു പരിപാടി കഴിഞ്ഞു വരുമ്പോഴല്ലേ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽമയെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൂടെയുള്ള ആളുകൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ കുത്താൻ വേണ്ടി ഉയർത്തിയിട്ടുള്ള കത്തി പിടിച്ചിട്ട് അവരെ കുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ അഭിവന്ദനായ 4 പതിറ്റാണ്ടുകാലം ഈ മഹത്തായ സംഘത്തെ നയിച്ച പാണ്ഡിത്യത്തിന്റെ വിശാല വിഹായസിലൂടെ കടന്നുപോയ ലോകപ്രശസ്ത പണ്ഡിതനായ ശൈഖുനാ ശംസുൽ പറഞ്ഞവർത്രേ ചെയ്യാൻ പാടില്ല, ശംസുൽ പറഞ്ഞവരോട് ചെയ്യാൻ പാടില്ല. അവരെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി മഹാനായ ശൈഖുനാ ശംസുൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവരല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കാത്തത് കൊണ്ടങ്ങനെ ചെയ്തതായിരിക്കാം, അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വന്യരായ നേതാവ് ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവர்கள் പ്രിയപ്പെട്ടവരെ അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തി. അങ്ങനെ കത്തിയുടെയും വാളുകളുടെയും ഭീഷണിയിലൂടെ കടന്നു വന്ന പ്രസ്ഥാനമാണ് ഈ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ സംഘടനയുടെ അഭിവന്ദനായ ഇതിന്റെ സെക്രട്ടറിയായിരുന്ന അമീദ് ഫൈസി അമ്പലക്കടവ് ഈ സംഘടനയുടെ തുടക്ക കാലഘട്ടത്തിൽ SKSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനമുണ്ടാക്കിയ കാലഘട്ടങ്ങളിൽ സമസ്ത വിശദീകരിച്ചുകൊണ്ട് പ്രസംഗങ്ങളിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അമീദ് ഫൈസി സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന ഉടനെ തന്നെ അമീദ് ഫൈസി പ്രസംഗിച്ചിട്ടുള്ള അതേ മൈക്കയിൽ ഇവിടുത്തെ SSFകാരും മറുപടി പറഞ്ഞിട്ടുണ്ട്. അവര് മറുപടി പറയാൻ വേണ്ടി അങ്ങ് ധൈര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേശമാണെന്ന് പറഞ്ഞ് ഒരു മുടി കൊണ്ടുവന്നിട്ട് അതിന്റെ സനദുണ്ടോ, അതിന് ഇസ്ലാമികമായി സ്വീകരിക്കാനുള്ള വല്ല അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാതെ മൗനം പാലിക്കുന്ന അത്തരം സംഘടനയുടെ ആളുകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ സമസ്ത പറഞ്ഞപ്പോ, ദീന് പറഞ്ഞപ്പോ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞപ്പോ ഞങ്ങളെ സ്റ്റേജിൽ കയറിയിട്ട് മറുപടി പറയാൻ ആണത്തം കാണിച്ചവരെ ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടുറോഡിലിട്ടുകൊണ്ട് മോശമാക്കുമ്പോൾ മറുപടി പറയാൻ നിങ്ങൾക്ക് നാവില്ലാതെയായി പോയില്ലേ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരന്മാര്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളൊരു മഹാഭാഗ്യമാണ് ഈ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അഭിവന്ദരായ നേതാക്കന്മാരെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ സാധിച്ചു എന്നത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ മുതൽ ഈയിടെയെടുത്തായി മരണപ്പെട്ട ബഹുമാനപ്പെട്ട ശൈഖുനാ പാറന്നൂർ ഉസ്താദ് മരിക്കുമ്പോൾ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത്. പാറന്നൂർ ഉസ്താദ് മരിക്കുന്ന തലേ ദിവസം അവിടുത്തെ ഭാര്യ മഹാരായ ശൈഖുനാ പാറന്നൂർ ഉസ്താദിനെ കുളിപ്പിക്കുമ്പോ ഉസ്താദ് പറഞ്ഞുവത്രേ, ഭാര്യയോട് പറഞ്ഞുവത്രേ, നീ നന്നാക്കി എന്നെ കുളിപ്പിച്ചോ, ഒരു പക്ഷേ നിന്റെ അവസാനത്തെ കുളിപ്പിക്കലാകുമെന്ന് തന്റെ മരണത്തെ നേരത്തെ കണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ പാറന്നൂരിൽ ലാളിത്യത്തിന്റെ ആരൂപമായി ജീവിച്ച് മഹാരായ ശൈഖുനാ മർഹൂം പാറന്നൂർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ കാളമ്പാടി ഉസ്താദ് പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റൽ വെച്ചുകൊണ്ട് മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ ഖുർആനും ദിക്റുകളും ചൊല്ലി അതിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് കാളമ്പാടി ഉസ്താദ് മരണപ്പെട്ടത്. നിങ്ങൾക്കറിയില്ലേ മഹാനായ ശൈഖുനാ കെ.ടി. മാൻ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 50ാം വാർഷിക സമ്മേളനം കോഴിക്കോട്ട് പ്രവിശാലമായ 15 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സദസ്സിൽ നിന്ന് പ്രഭാഷണം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കെ.ടി. മാൻ മുസ്ലിയാർ ആംബുലൻസിൽ കയറ്റിയിട്ട് അവിടുത്തെ മകളുടെ ഭർത്താവായ അമീദ് വൈസി അമ്പലക്കടവിന്റെയും പിണങ്ങോട് അബൂബക്കർ സാഹിബിന്റെയും നടിയിൽ കിടന്നിട്ട് മഹാനായ ബഹുമാനപ്പെട്ട ശൈഖുനാ കെ.ടി. മാൻ മുസ്ലിയാരും പറഞ്ഞു, സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദഖലൽ ജന്നാഹ്, അവൻ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന ആശങ്കയില്ല പറഞ്ഞത്, ദഖലൽ ജന്നാഹ്, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംസുലിനെ പറ്റി നമ്മൾ കേട്ടതാണ്. കോഴിക്കോട്ട് ഫാത്തിമ ഹോസ്പിറ്റൽ മരിക്കാൻ വേണ്ടി അവസാനത്തെ സമയത്ത് കിടക്കുമ്പോൾ കോഴിക്കോട്ട് ഫാത്തിമ ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ള അവിടുത്തെ പള്ളിയിൽ നിന്ന് സുബ്ഹിബാദിന്റെ ധ്വനിമന്ദിരങ്ങൾ കേൾക്കുമ്പോൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ പരിശുദ്ധമായ വാചകം ഏറ്റുപറഞ്ഞു. ബാങ്കിന്റെ അവസാനത്തെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്തവനാണ് മഹാനായ ശൈഖുനാ ശംസുൽ മക്ക്. ദീന് തിരില്ല എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കണ അവസാനത്തെ വാക്ക് അവിടെ എല്ലാവരും കേൾക്കുന്ന രൂപത്തില് മഹാനായ ശൈഖുനാ ശംസുൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവർ, സംശയമയെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര്, ഇന്ന് കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങൾ ആളാണെന്ന് പറയാൻ ശ്രമിക്കുന്നത്, ഈ മഹാനായ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ ഞങ്ങൾ ആളാണെന്ന് പറയാൻ ശ്രമിക്കുന്നവര്, അവരോട് നിങ്ങൾ വിനയത്തോടെ പറയട്ടെ, ഈ ശംസുലിമ ഒരുപാട് കാലം ഈ കേരളത്തിൽ ജീവിച്ച മഹാനാണല്ലോ.
ഈ കണ്ണിയത്ത് ഉസ്താദ് ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ഒരുപാട് കാലം നേതൃത്വം നൽകിയ മഹാനാണല്ലോ. ആ മഹാനായ ശൈഖുന ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ജീവിക്കുമ്പോൾ നിങ്ങൾ ശംസുൽ ഉലമയെ പറ്റി പറഞ്ഞതെന്താ? നിങ്ങൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പറഞ്ഞതെന്താ? അത്തും വിത്തുമാണെന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ണിയത്ത് ഉസ്താദിനെ ഉപ്പും ചാക്ക് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പക്ഷെ ഇന്ന് നിങ്ങൾ മാറ്റി പറയാൻ തുടങ്ങിയില്ല. ശംസുൽ ഉസ്താദ് വലിയ പണ്ഡിതനാണ്, കാളമ്പാടി ഉസ്താദ് വലിയ പണ്ഡിതനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ SKSSFന്റെ പതാക പിടിക്കുന്ന ഇവിടത്തെ വിദ്യാർത്ഥി സംഘത്തിന് ഒരു സംഗതി നിങ്ങളോട് പറയാനുണ്ട്. ഈ കാലമത്രയും നിങ്ങൾ പിടിച്ചിട്ടുള്ള പതാകയുണ്ടല്ലോ, ഈ കാലമത്രയും നിങ്ങൾ പിടിച്ചിട്ടുള്ള മുദ്രാവാക്യമുണ്ടല്ലോ, ഈ കാലമത്രയും നിങ്ങളുടെ നേതാക്കന്മാരായ സ്വീകരിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരെ പ്രിയവ് സംഭവിക്കാത്തവരായിരുന്നു എന്ന് നിങ്ങൾ അംഗീകരിച്ചു എന്നാണ് നിങ്ങളിപ്പോൾ സമുദായത്തിനോട് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അങ്ങനെ അംഗീകരിച്ച് ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ പൂർത്തിയായി നിങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് രാമന്തലി കടന്നു വന്നതുപോലെ ഒരുപാട് സക്കാഫികൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സമ്മേളനത്തിൽ വന്നുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞതുപോലെ മനസ്സിലുള്ള ആശങ്കകളും അങ്ങ് മാറ്റിവെച്ചിട്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരണം. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. ഈ പകരയുടെ മണ്ണിലൂടെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 1-2 പ്രകടനങ്ങൾ നടന്നുപോയിട്ടുണ്ട്. ആ പ്രകടനത്തിൽ ഞങ്ങളെപ്പറ്റി പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു അപരാധം, ഞങ്ങളെപ്പറ്റി വളരെ മോശമായ മുദ്രാവാക്യം നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രശ്നമാക്കണില്ല. കാരണം ഒരു സംഗതി പറയുമ്പോൾ അത് പറയും, നിങ്ങൾ ആരെപ്പറ്റി പറയുന്നു അവർക്കില്ലെങ്കിൽ അത് അവരിലേക്ക് മടങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നിഷ്പക്ഷമതികളായ നിങ്ങളുടെ അപശബ്ദങ്ങൾ കേട്ട പല ആളുകൾക്കും അത്തരം വിഷയസംബന്ധമായി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി SSF ജില്ലാ കമ്മിറ്റി, SSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി, വിവിധ കമ്മിറ്റികളുടെ പേരിൽ ഒരു നോട്ടീസ് നിങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകന്മാർ ഇവർക്ക് 7 ശുഹദാഇനെ കൊടുത്തു എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഇപ്പോൾ ആരെങ്കിലും മരിച്ച വലിയ ഭാഗ്യമാണ്, അയാൾക്കൊക്കെ ഷഹീദിന്റെ പട്ടികയിൽ പെടാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, എവിടെങ്കിലും ഒരു കത്തിക്കുത്തുന്നവരെ മരിച്ചു അയാൾ ഷഹീദ്, അവരൊക്കെ ഇപ്പൊ SSFകാർ ഏറ്റെടുത്തിട്ട് ഷഹീദിന്റെ പദവി അവർക്ക് കൊടുക്കും. അത് വലിയൊരു ഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നികൾക്കിടയിൽ 89 മുമ്പ് ഏതെങ്കിലും ഒരു സംഘടനാപരമായ സംഘടനമുണ്ടായതായിട്ട് ഇവിടുത്തെ SSFകാർക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു, കഴിയൂല. 89 ശേഷമല്ല ഇവിടെ പ്രശ്നം ഉണ്ടായത്. സുന്നികൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ടായത് എല്ലാം 89 ശേഷമാണ്. 89 ശേഷം എന്തുകൊണ്ട് ഭിന്നിപ്പുണ്ടായി? മഹാനായ വന്യവയോധികനായ ശൈഖുന ബഹുമാനപ്പെട്ട മർഹൂം കാലം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും നിങ്ങളെ ബന്ദിയാക്കിയത് മുതൽ അന്ന് തുടങ്ങിയ സംഘടനമാണ്. ഞങ്ങളാരെയും ഇന്ന് വരെ കൊന്നിട്ടില്ല. മണ്ണാർക്കാട് 2 ആളുകൾ അവരുടെ കുടുംബപരമായ ബാപ്പയെ കൊന്നതിന്റെ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി, ബാപ്പയെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി മണ്ണാർക്കാട്ട് 2 ആളുകൾ മരണപ്പെട്ടു എന്ന് ശരിയാണ്, കൊന്നു എന്നും ശരിയാണ്. ഇതുപോലെ ഇവിടെ ഇപ്പൊ ചർച്ചയിലുള്ളത് മുടിയാണെന്ന കാര്യം ശരിയാണ്. പക്ഷെ ആരുടെ മുടിയാണെന്നൊരു സംശയമുള്ളതുപോലെ മണ്ണാർക്കാട് 2 ആളുകൾ കത്തിക്കുത്തിലോ മറ്റു സംഘടനത്തിലോ കൊന്നു എന്ന കാര്യം സത്യമാണ്, അത് സംശയമില്ല, അത് നമുക്ക് യാതൊരു തർക്കമില്ല, അത് സനദുള്ള വിഷയമാണ്. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ? മണ്ണാർക്കാട് 2 സുഹൃത്തുക്കളെ കൊലപ്പെടുത്തിയത് ഇന്ന് വരെ ഒരാളെ പോലും വേദനിപ്പിക്കാത്ത SKSSFന്റെ പാവപ്പെട്ട പ്രവർത്തകന്മാരാണെന്ന് പറയുന്നവരോട് വളരെ വിനയത്തോടുകൂടെ ഞാൻ ചോദിക്കട്ടെ, മണ്ണാർക്കാട് നടന്നിട്ടുള്ള ഈ 2 വ്യക്തികൾ കൊല്ലപ്പെട്ടപ്പോൾ ആ കൊന്ന വ്യക്തികളുമായ വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ SKSSFനോ വല്ല പങ്കുമുള്ളതായി നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ എടുക്കാം. ഇല്ല. ഇവിടെ മണ്ണാർക്കാട്ടത്തെ ആളുണ്ട്, പാലക്കാട് ജില്ലാ SKS നേതാവ് ബഹുമാനപ്പെട്ട കബീർ അൻവരിയുണ്ട്. വിശദമായ കാര്യം അറിഞ്ഞ അവിടെ ഉണ്ട്, പരിസരത്തുണ്ട്.
ഇവരൊക്കെ മണ്ണാർക്കാട് ഭാഗത്തുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഈ കൊലപാതകത്തിൽ സമസ്തക്ക് പങ്കില്ല, SKSF-ന് പങ്കില്ല. ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമമാർഗങ്ങളില്ലേ? ആ നിയമം വെച്ചിട്ട് നിങ്ങൾ പറ. സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെയോ SKSF-ന്റെയോ പ്രവർത്തകന്മാർക്ക് നിങ്ങൾ എണ്ണുന്ന 7 ശുഹദാക്കളുണ്ടല്ലോ, ഈ ശുഹദാക്കളെ കൊലപ്പെടുത്തിയതിൽ എന്തെങ്കിലും ഒരു പങ്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? കണ്ണൂരിന് ബോംബ് പൊട്ടി, അപ്പൊ പറഞ്ഞ് SKSF ബോംബ് ഇട്ടുന്നു. അപ്പൊ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കാനുള്ള സാധനം കൊടുത്തു കൊടുത്തത് SSF-കാരാന്ന് പറഞ്ഞാൽ പിന്നെ ആ ബോംബ് അത് പൊട്ടിയതുപോലെ പിന്നെ അതില്ലാതായി. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, മുടിയുടെ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി കിട്ടാതെ നെട്ടോട്ടം ഓടുമ്പോഴാ വ്യക്തിപരമായ കുടുംബപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ മണ്ണാർക്കാട് 2 സഹോദരന്മാര് മരണപ്പെട്ടപ്പോൾ ചാളാരി സമസ്തക്കാർ ആളുകളെ കൊള്ളുന്നു നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറയുന്നൊരു ശുഹദാ ഉണ്ടല്ലോ കുണ്ടൂര്, നിങ്ങൾ പറയുന്നൊരു ഷഹീദ് ഉണ്ടല്ലോ കുണ്ടൂരത്തെ ഷഹീദ് എങ്ങനെയാണ് ഷഹീദായതെന്ന് നമ്മുടെ തൊട്ടടുത്ത് 4-5 കിലോമീറ്റർ ഓടിയാലെത്തുന്ന സ്ഥലമാണല്ലോ തയ്യാരയും കുണ്ടൂരും. അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്ക്, എങ്ങനെയാണ് കുണ്ടൂർ കുഞ്ഞു ഒരു ഷഹീദിന്റെ പദവിയിലെത്തിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹിന്റെ മുടിക്ക് സ്ഥാനം ഇല്ലാതാക്കി, പണ്ഡിതന്മാരുടെ ആദരവില്ലാതാക്കി, ഇപ്പൊ ഷഹീദിന്റെ സ്ഥാനം ഇല്ലാതാക്കി. ഇതാണ് ചുരുക്കി പറഞ്ഞ അവരെ കൊണ്ട് കിട്ടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദുർഗിപ്പിക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സമസ്തയും അതിന്റെ അനുയായികളും പ്രവർത്തകന്മാരും ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങളെ സമസ്തക്കാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററുകളും പ്രതിഷേധ പ്രകടനം നടത്തുന്ന ആളുകൾ അതൊക്കെ പെട്ടെന്ന് മറുപടി പറഞ്ഞല്ലോ. പ്രതിഷേധ പ്രകടനം, വിശദീകരണ സമ്മേളനം മണ്ണാർക്കാട്, കണ്ണൂരിൽ, കോഴിക്കോട്ടൊക്കെ വിശദീകരണ സമ്മേളനം. എന്നാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന സംഖ്യ പിരിച്ചെടുത്തിട്ട് ഈ സമുദായത്തിന് ആത്മീയനായി നിങ്ങൾ ചൂഷണം ചെയ്തിട്ടുള്ള ഒരു കഥയുടെ വിവരണം എന്താണ് ഈ സമുദായത്തിനോട് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാത്തത്? അപ്പോൾ അവര് പറയുന്ന മറുപടി, ഞങ്ങൾക്കിവിടെ മറ്റു കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ ആ മറ്റു കാര്യങ്ങളെ കൂട്ടത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൂടെ? എന്റെ പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടെ ഇസ്മായിൽ സഖാഫ് പറഞ്ഞു, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞ് അവസാനമായി പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുഅ്ജിസത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തിന് ശേഷം പരിശുദ്ധ ഖുർആനല്ലാതെ ഒന്നുമില്ല. അങ്ങനെയാണെന്ന് നമ്മൾ സങ്കല്പിക്കാം. തക്ബീർ. ഇനി അങ്ങനെ തന്നെയാണ് നമ്മൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് വേണ്ടി നമ്മൾ ആ വാദം അംഗീകരിക്കും. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. മർക്കസ് സഖാഫത്തിൽ സുന്നിയായിലുള്ള മുടി നിങ്ങൾ കൊണ്ടുവന്നപ്പോ ആ മുടിയുടെ നീളം ഇത്തിരി ഓവറാണ് നിങ്ങൾ പറഞ്ഞപ്പോ അന്ന് നമ്മുടെ നാട്ടുകാരനടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കാരണമായിട്ട് മുടി നീളം വെക്കുന്നതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഖുർആനല്ലാത്ത ഒരു മുഅ്ജിസത്ത് ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി നീളം വെക്കൽ എങ്ങനെ? അല്ല, അത് പിന്നെ ഏത് മുഅ്ജിസത്തൊന്നും അറിയില്ല. ഖുർആനല്ലാത്ത ഒരൊറ്റ മുഅ്ജിസത്ത് ഉണ്ടാവില്ല എന്ന് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുടി അതിങ്ങനെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കൊണ്ട് നീണ്ടുപോകുന്നു എന്ന് പറയാ, ഇതെന്തൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സമുദായത്തെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പരിശുദ്ധമായ മാർഗത്തിലൂടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആധുനികതയുടെ അതിപ്രസരത്തിൽ മതിമറന്നിട്ട് ജീവിതത്തിനെ മലീമസമാക്കുന്ന ഒരു സമുദായത്തിന് ഇസ്ലാമിന്റെ പരിശുദ്ധമായ മാർഗത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരേണ്ട ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പ്രചരണ വിശദീകരണ സമ്മേളനമായി SKSF രംഗത്തിറങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ, ഇവിടെ സമുദായത്തിന് യഥാർത്ഥമായ ആദർശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആദർശം നിലനിർത്തി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.